ബാലഗോപാലിൻ്റെ പ്ലാൻ ബി എന്നത് പ്ലാനിനെ കൊന്ന് കറി വെച്ച് തിന്നലാണ്. ഇതൊരു വഞ്ചനാത്മകമായ ബജറ്റാണ്. ഒരു ഭാഗത്ത് പറയുന്നത് ധനസ്ഥിതി മെച്ചപ്പെട്ടു, മറുഭാഗത്ത് പറയുന്നത് കേന്ദ്രത്തിൻ്റെ പൈസ കിട്ടുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ച പദ്ധതികൾ എത്ര നടപ്പായി? ഇപ്പോൾ ചീട്ട് കളിക്കുന്നവർക്കറിയാം, തുറുപ്പ് ചീട്ട് വെട്ടിപ്പോവില്ല. പക്ഷേ ഈ കളിയിൽ തുറുപ്പ് ചീട്ട് വെട്ടിപ്പോയി. പ്ലാനിനെ കൊന്നു, കിഫ്ബിയും മരിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ബജറ്റ് അവതരണം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ആ ബജറ്റിൻ്റെ അവലോകനം നടത്താൻ നമുക്കൊപ്പം CP ജോൺ ചേരുകയാണ്. സാമ്പത്തിക വിദഗ്ധനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. നമുക്ക് അദ്ദേഹത്തെ ചോദിക്കാം, ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിനെ ഒറ്റ നോട്ടത്തിൽ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ ബജറ്റിൻ്റെ വായന കഴിഞ്ഞപ്പോൾ ഒരിക്കലും ധനമന്ത്രിമാർ ചെയ്യാത്ത തരത്തിലുള്ള ഒരു വഞ്ചനാത്മകമായൊരു സമീപനമാണ് ബാലഗോപാൽ എടുത്തിട്ടുള്ളത്. കാരണം ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ വികസന പദ്ധതികൾ വർദ്ധിപ്പിക്കാറില്ല. 30,000 കോടിയുടെ ഏകദേശം 30,250 അങ്ങനെയൊക്കെ നിൽക്കുകയായിരുന്നു. ഇത്തവണ അദ്ദേഹം വളരെ അഭിമാനപൂർവ്വം പറഞ്ഞിരിക്കുകയാണ് 32,500 വികസന പദ്ധതി വർദ്ധിപ്പിച്ചിരിക്കുന്നു. പക്ഷെ എനിക്കതിൽ അദ്ദേഹത്തോടുള്ള കടുത്ത വിമർശനമുള്ളത് 17/7/2024 മുതൽ ധനമന്ത്രി ചെയർമാനായ 7-അംഗ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചുകൊണ്ട് പദ്ധതി വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങി. ആ പദ്ധതി വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങിയത് ഈ പ്ലാനിങ്ങിൻ്റെ ഭാഷയിൽ Q1 Q2 എന്നൊക്കെ പറയും. Q1 എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ജൂൺ. Q2 തന്നെ ജൂലൈയിൽ തന്നെ വെട്ടിക്കുറയ്ക്കണമെന്നുള്ള നിർദ്ദേശം വകുപ്പുകൾക്ക് കൊടുത്തു. അതും വെറുതെ വാക്കാൽ നിർദ്ദേശമല്ല. ഒടുവിലത് കഴിഞ്ഞ മാസം ഡിസംബർ ജനുവരി ആയപ്പോഴേക്കും 50% പ്ലാനും വെട്ടിക്കുറച്ചു. അത് കൃഷിയെന്നോ പട്ടികജാതി പട്ടികവർഗ വകുപ്പെന്നോ ഒന്നും നോക്കാതെ കണ്ണടച്ച് വെട്ടിക്കുറച്ചു. അപ്പോൾ ബലത്തിൽ എത്രയാണ് നമ്മുടെ പ്ലാൻ? വെറും 15,000 കോടി പ്ലാനാണ് ഇപ്പോൾ റണ്ണിങ് പ്ലാൻ ഉള്ളത്. ഒരു ഭാഗത്ത് ധനമന്ത്രി പറയുന്നു, എൻ്റെ കഷ്ടകാലം കഴിഞ്ഞ് ഞങ്ങൾ ടേക്ക് ഓഫിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. 14% കണ്ട് വളർന്നിരുന്ന തനത് നികുതി വരുമാനം സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ 17% വളരുന്നുണ്ട്. ഞങ്ങളുടെ GSTPയും കടവും തമ്മിലുള്ള അനുപാതം 34% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങളെ ഞാൻ വിചാരിച്ചു എന്തോ വലിയ പ്രഖ്യാപനങ്ങൾ വരാൻ പോവുകയാണെന്ന്. പക്ഷേ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പ്ലാൻ വെട്ടിക്കുറയ്ക്കേണ്ടി വന്നു? ഇതാണോ പ്ലാൻ ബി? പ്ലാൻ ബി എന്ന് പറയുന്നത് നോ പ്ലാൻ ആണെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ് മാസങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ വ്യക്തമായി ബാലഗോപാലിൻ്റെ പ്ലാൻ ബി എന്നത് പ്ലാനിനെ കൊന്ന് കറി വെച്ച് തിന്നലാണ്. എന്നിട്ടിപ്പോൾ പറയുകയാണ് ഞാൻ 32,000 പ്രഖ്യാപിച്ചിരിക്കുന്നു. പട്ടികജാതിക്കാർക്ക് 3,200 വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 3,000 ആയിരുന്നു. ആ 3,000-ൻ്റെ 1,000 കോടി പോലും ചിലവാക്കാതെ 2,000 കോടിയോളം രൂപ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദുർബല ജനവിഭാഗങ്ങളുടെ പദ്ധതി നശിപ്പിച്ച ആളാണ് പറയുന്നത് ഞാൻ 3,200 വെച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത്തരം കടുത്ത വാക്കുകൾ ഉപയോഗിക്കാറില്ല. ഇതൊരു വഞ്ചനാത്മകമായ ബജറ്റാണ്. മാത്രമല്ല അസംബ്ലിയിൽ ഇത് വായിക്കുമ്പോഴെന്നുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ഞങ്ങളോടൊക്കെ ചോദിക്കുന്നതും ഇത്രയും ശ്രദ്ധ കിട്ടുന്നതല്ലേ? കാരണം നമ്മുടെ ഡെമോക്രസിയുടെ തത്വം എന്താണ്? എ ഗവൺമെൻറ് ഈസ് റെസ്പോൺസിബിൾ ടു ദ പീപ്പിൾ ത്രൂ ദ പാർലമെൻറ്റ്. അപ്പോൾ ജനങ്ങളോട് പറയുന്നത് അസംബ്ലിയിൽ കൂടെയാണ് ജനങ്ങളോട് പറയുന്നത്. അപ്പോൾ അസംബ്ലിയിൽ പറഞ്ഞൊരു കാര്യം ഉദ്യോഗസ്ഥന്മാർ ചീഫ് സെക്രട്ടറിയും കുറച്ച് ഉദ്യോഗസ്ഥന്മാരെയും ചുമതലപ്പെടുത്തി മന്ത്രിസഭ ഉപസമിതി തന്നെ വെട്ടിക്കുറച്ചിട്ട് മന്ത്രിസഭ ഒരു ഉത്തരവിറക്കുകയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് അസംബ്ലിയിലേക്ക് ഇന്ന് പറഞ്ഞില്ല? ഈ നടപ്പ് വർഷത്തിൽ ഇത്രയും വലിയ പദ്ധതി വെട്ടിക്കുറവുണ്ടായിട്ടുണ്ട്, അതിൻ്റെ കാരണം ഇന്നതാണ് എന്ന് പറയാതെ ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്ന് പറയുന്നതിനെയാണ് ഞാൻ വഞ്ചന എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഓരോ സെക്ടറിലായിട്ട് ലേബർ, അതാണല്ലോ മറ്റൊരു സെക്ഷൻ. ആ ലേബർ ക്ഷേമനിധികളെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ക്ഷേമ പെൻഷൻ 3 മാസത്തെ കൊടുക്കും. ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. സെക്ഷൻ 300 അനുസരിച്ച് കൊണ്ടുള്ള ഒരു പ്രസ്താവന മുഖ്യമന്ത്രി സഭയിൽ ചെയ്തു, വളരെ വിശദമായിട്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്, അതുകൊണ്ട് ചില അപ്രോപ്രിയേഷൻസ് വേണമെന്ന്
അസംബ്ലിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതെത്രയാണെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ക്ഷേമ പെൻഷനും കൂട്ടുന്നില്ല, ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടുമില്ല. മാത്രമല്ല ക്ഷേമനിധി ബോർഡുകൾ, ആ ക്ഷേമനിധി ബോർഡുകളെ നോക്കുകുത്തിയായിട്ട് വെച്ചിരിക്കുകയാണ്. ആ ക്ഷേമനിധി ബോർഡുകളിൽ ഇപ്പോൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ തന്നെ 20 ലക്ഷം പേരുണ്ട്. അവരുടെ പെൻഷൻ കൊടുത്തിട്ട് 15 മാസമായി, 15 മാസം 16 മാസമായി. തയ്യൽ തൊഴിലാളികൾ അവരൊക്കെ അത് ഉപേക്ഷിച്ച് പോയി തുടങ്ങി. അപ്പോൾ അവർ ഉപേക്ഷിച്ച് അത് മറന്നു പൊക്കോട്ടെ. സാധാരണ തൊഴിലാളികളല്ലേ, കൂലിപ്പണിക്കാരല്ലേ, അവർ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മറന്നോളും എന്നുള്ള രീതിയിലാണ് ഈ ഗവൺമെൻറ് നിൽക്കുന്നത്. കോഓപ്പറേറ്റീവ് സെക്ടറിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. എന്താ പറയുന്നത്, പുതുതായിട്ട് വയ്ക്കുന്ന കെട്ടിടങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ ഇല്ലേ, അതുപോലൊരു കോപ്പറേറ്റീവ് ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഒരു 55-60 കൊല്ലം മുമ്പ് ബോംബെയിലുള്ളതാണ്. അതിനിപ്പോൾ അസോസിയേഷനും കോപ്പറേറ്റീവ് ഒന്നും മാറ്റി പറയാമെന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. കോപ്പറേറ്റീവ് സെക്ടറിലെ പ്രതിസന്ധിയെക്കുറിച്ച് ഈ ബജറ്റ് അറിഞ്ഞിട്ട് പോലുമില്ല. ഇനി പഞ്ചായത്ത് രാജ് നേരത്തെ പറഞ്ഞ പ്ലാൻ വെട്ടിക്കുറച്ചതോടുകൂടി അവിടുത്തെ എല്ലാ വികസന പദ്ധതികളും ഓരോ വാർഡിലും റോഡിലും ഉള്ള അംഗൻവാടിയിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കുള്ള എല്ലാ പദ്ധതികളും നിന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാണ്, ഞാൻ 28% ഉയർത്തി കൊടുക്കണ്ടല്ലോ. അപ്പം ഇത്തരത്തിൽ ആളുകളെ കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു ബജറ്റ് ഞാൻ ബഹുമാന്യായ ധനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഇപ്പം ക്ഷേമ പെൻഷൻ്റെ കാര്യം മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വലിയ രീതിയിൽ കേന്ദ്ര സർക്കാർ ഫണ്ട് കുറച്ചു, അതാണ് ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്ന വലിയ തടസ്സമായിരിക്കുന്നത് എന്നാണ്. ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്നിവർ അവകാശപ്പെടുന്നത്? ഒരു ഭാഗത്ത് പറയുന്നത് ധനസ്ഥിതി മെച്ചപ്പെട്ടു, മറുഭാഗത്ത് പറയുന്നത് കേന്ദ്രത്തിൻ്റെ പൈസ കിട്ടുന്നില്ല. എന്താണ് കേന്ദ്രത്തിൻ്റെ പൈസ കിട്ടിയില്ല എന്നൊരു യാഥാർത്ഥ്യം? വാസ്തവത്തിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് 15ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയ 11 സ്റ്റേറ്റുകളിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിനാണ്. അത് കഴിഞ്ഞ വർഷത്തോടുകൂടി നിന്നുപോയി, അത് നിൽക്കുമായിരുന്നു. അപ്പോൾ എന്താണ് ധനകമ്മീഷൻ്റെയൊക്കെ കണക്ക്? ഞാനതിനോട് യോജിക്കുകയല്ല. ആളോഹരി വരുമാനം കൂടുന്ന സ്റ്റേറ്റുകളിൽ നിന്നും നികുതി കൂടുതൽ കിട്ടും. ഇപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ജില്ലകളെടുത്താൽ ആളോഹരി വരുമാനം കൂടുതൽ എറണാകുളത്തു നിന്നാണ്. എറണാകുളത്ത് തന്നെയാണല്ലോ നികുതിയും കിട്ടുന്നത്. എന്നാൽ ആളോഹരി വരുമാനം ഏറ്റവും കുറവ് വയനാടല്ലേ. അപ്പോൾ എറണാകുളത്ത് നിന്ന് എടുത്തിട്ടല്ലേ വയനാട്ടിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ എറണാകുളത്തുള്ള ആളുകൾ പിരിച്ച പൈസ ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് പറഞ്ഞാൽ വയനാട്ടിൽ കൊടുക്കാണ്ടാവില്ല. ശരിയല്ലേ? ഇതാണ് അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ. ഒരു വലിയ തത്വമൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് ശരിയോ തെറ്റോ, അത് എത്ര % കൂട്ടണം, കേരളത്തിന് ന്യായമായ വീതം കിട്ടണം എന്നൊക്കെ നമ്മൾ പ്രതിപക്ഷവും പറഞ്ഞു. ഒരു കാര്യം ഞാൻ ബാലഗോപാലിന് നന്ദി പറയാണ്. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ കക്ഷികളുമെല്ലാം ധനകാര്യ കമ്മീഷനോട് കൃത്യമായൊരു മെമ്മോറണ്ടം കൊടുത്തു. അതിന് അദ്ദേഹം ബജറ്റിൽ കൂടെ അപ്രീഷിയേറ്റ് ചെയ്തു. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറയാണ്. അത് ഈ ബജറ്റ് പ്രസംഗത്തിലും ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ട്. വെൽ ആൻഡ് ഗുഡ്. പക്ഷേ നികുതി ഈ 15-17% കൂടിയാൽ പോരാ. നമ്മൾ ലോ ബേസിൽ നിന്നാണ് തുടങ്ങിയത്. കോവിഡ് വന്നപ്പോൾ എല്ലാം തകർന്നല്ലോ. അപ്പോൾ ലോ ബേസിൽ നിന്ന് 15-20 പോരാ, ഒരു 30-35% കൂടണമായിരുന്നു. അപ്പോൾ അത് കളക്ട് ചെയ്തെടുക്കുന്നതിന് ഇവിടെ നടക്കുന്ന ഇത്രയും പെർ ക്യാപിറ്റ ഇൻകമുള്ള ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷനെ നികുതിയായി തർജ്ജമ ചെയ്തെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞൊരു കാര്യമാണ് ഈ ഭൂനികുതി വർദ്ധിപ്പിച്ചത്. 50% എന്നത് ഒരു സാധാരണക്കാരനൊക്കെ ഇപ്പോൾ 5 രൂപ കൊടുക്കുന്നതിന് 10 രൂപ കൊടുക്കേണ്ട അത്തരത്തിൽ വലിയൊരു വർധനമാണ് വരുത്തിയിരിക്കുന്നത്. അത് ഒരു ആറിന് ഇത്ര രൂപ എന്നുള്ളതാണ്. പക്ഷേ ഞാനിതിൽ കാണുന്നൊരു കൺസേൺഡ് വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നമ്മളിരിക്കുന്ന 6 സെൻറ്റ് ഒരു സ്ഥലമാണ് അല്ലേ, നഗരത്തിലുള്ള ഒരു 6 സെൻറ്റ് സ്ഥലമാണ്. ഇവിടെ ഒരു കെട്ടിടമുണ്ട്, എൻ്റെ വീടാണ്. ഇതിന് പ്രോപ്പർട്ടി ടാക്സ് കൊടുക്കുന്നുണ്ട്. ഭൂനികുതി പ്രോപ്പർട്ടി ടാക്സിൻ്റെ മുകളിലാണ്. അപ്പോൾ ഭൂനികുതി കൊടുക്കുന്നത് വാസ്തവത്തിൽ ഒരു നോഷണലായിട്ട് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഓണർഷിപ്പ് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നൊരു തുക എന്നല്ലാതെ അതൊരു വലിയൊരു വരുമാന മാർഗമായിട്ട് ഗവൺമെൻറ്റുകൾ കണ്ടിട്ടില്ല. വരുമാന മാർഗമായി കണ്ടിട്ടുള്ളത്, ഞാനിപ്പോൾ ഇതിൻ്റെ പോർഷൻ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ആ വാടകയുമായി തട്ടിച്ച് നോക്കിയിട്ടുള്ള പ്രോപ്പർട്ടി ടാക്സാണ്.
പിന്നെ കാർഷിക നികുതി നമ്മൾ നിർത്തലാക്കി. ഇപ്പോൾ ഒരു കാലത്ത് തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെയൊക്കെ കേരള ഗവൺമെൻറ്റിൻ്റെയും വലിയ വരുമാനം കാർഷിക നികുതി വരുമാനമായിരുന്നു. പടിപടിയായിട്ട് കൃഷി ലാഭകരമല്ല എന്നുള്ളത് കൊണ്ട് കാർഷിക നികുതി എസ്റ്റേറ്റുകൾക്ക് പോലും കുറച്ചു, ബലത്തിലില്ലാതാക്കി. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഭൂനികുതി ഒരല്പം ഒന്ന് കൂടിയതുകൊണ്ട് അപകടമൊന്നുമില്ല. എന്നാൽ 50% എന്നുള്ളത് കുറച്ച് കൂടി, എല്ലാ വർഷവും ചെറിയതായിട്ട് കൂടുന്നു. പക്ഷെ ഞാനതിനെ വലിയൊരു ഇഷ്യൂ ആയിട്ട് കാണുന്നില്ല. ഇപ്പം ഈ ബജറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ UDF ഈ ചർച്ച ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും നിലപാടെടുക്കാൻ പോകുന്നത് ഈ ബജറ്റിനെതിരെ? ഈ ബജറ്റ് ഒരു ആളുകളെ പറ്റിക്കുന്നൊരു ബജറ്റാണെന്നുള്ളത് ജനങ്ങളോട് പറയേണ്ടി വരുമല്ലോ. ഇതിങ്ങനെ ഒരു നടപടി നടപ്പാത്ത ഒരു ഗവൺമെൻറ് എങ്ങനെ ഈ അടുത്ത വർഷം ഇത് നടപ്പാക്കാൻ പോകുന്നു? അപ്പോൾ ആ സത്യം പറയാൻ നിയമസഭയിൽ UDF MLA മാരും പ്രതിപക്ഷ MLA മാരും മൊത്തത്തിലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവരെ കൊണ്ട് സത്യം പറയിക്കും. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ച പദ്ധതികൾ എത്ര നടപ്പായി എന്ന് പറയിക്കുക എന്നുള്ള ബാധ്യതയാണ് ആദ്യം UDF-നുള്ളത്. എന്നിട്ട് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അതേപോലെ തന്നെ ക്ഷേമനിധികൾ, ക്ഷേമ പെൻഷനും ക്ഷേമനിധിയും, കോപ്പറേറ്റീവ്സ്, പഞ്ചായത്ത് രാജിൻ്റെ വിഷയങ്ങൾ. ഇപ്പോൾ പഞ്ചായത്ത് രാജിൻ്റെ പുതിയ തന്നെ കമ്മീഷൻ വന്നു. ഹരിലാൽ, അതായത് നമ്മുടെ ധനമന്ത്രിയുടെ മൂത്ത സഹോദരനാണല്ലോ KN ഹരിലാൽ, നല്ലൊരു വിദഗ്ധനാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അവരോട് പറയാനുള്ളത്, ഈ പ്ലാന് ഒരു പ്രഖ്യാപിക്കുക, അതിൻ്റെ ഇത്ര % പഞ്ചായത്തിന് കൊടുക്കുന്നതിന് പകരം SOTR, സ്റ്റേറ്റ് സോൺ ടാക്സ് റവന്യൂ, ആ റവന്യൂവിൻ്റെ ഒരു നിശ്ചിത ശതമാനം പഞ്ചായത്തുകൾക്ക് അവരുടെ മെയിൻ്റനൻസ് ഫണ്ടായിട്ടും വികസന ഫണ്ടായിട്ടും കൊടുക്കുന്നതായിരിക്കും ഉചിതം. അപ്പോൾ അത്തരത്തിലുള്ള ഫണ്ടമെൻ്റൽ ഇഷ്യൂസ് ഉണ്ട്, അത് അപ്പോൾ അഡ്രസ്സ് ചെയ്യാം. പിന്നൊന്ന്, ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ ട്രംപ് കാർഡ്, തുറുപ്പുചീട്ടാണ് കിഫ്ബി. അല്ലേ? ഇപ്പോൾ ചീട്ട് കളിക്കുന്നവർക്കറിയാം തുറുപ്പ് ചീട്ട് വെട്ടിപ്പോവില്ല. പക്ഷേ ഈ കളിയിൽ തുറുപ്പ് ചീട്ട് വെട്ടിപ്പോയി. ചീട്ടുകളി അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ട്രംപ് ആർക്കും വെട്ടാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ ട്രംപ് ഏസ് തന്നെ വെട്ടിപ്പോയി. അതാണ് ഈ കിഫ്ബി. കിഫ്ബി ഇപ്പോൾ പറയുന്നത് എന്താ? ഇതൊരു സക്സസ്ഫുൾ മോഡലല്ല. ഇത് പ്രതിപക്ഷം അന്ന് പറഞ്ഞില്ലേ, റവന്യൂ ഇൻകം റവന്യൂ ഉണ്ടാക്കാത്ത പദ്ധതികളിൽ നിങ്ങൾ വാരിക്കോരി ചെലവിടരുത് എന്ന് പറഞ്ഞില്ലേ? വലിയ രീതിയിൽ നിയമസഭയിൽ ഒരു വാക്പോരും പ്രതിപക്ഷം ഭരണപക്ഷം തമ്മിൽ നടന്നിട്ടുള്ള കാര്യമല്ലേ? ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവർ പണിത റോഡിനെ കുറിച്ചാണ് ഇപ്പോൾ ബാലഗോപാൽ പറയുന്നത്, അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഇവിടുന്ന് വരാം. അത് കേന്ദ്രത്തിൻ്റെ പ്രോജക്റ്റാണ്, കേട്ടാൽ തോന്നുന്നു ഇവരുടെ പ്രോജക്റ്റാണ്. പക്ഷേ കിഫ്ബി ഇന്നൊരു 5000 കോടി ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് പ്ലാനിലും കൊടുക്കാം, കിഫ്ബിയുടെ ആവശ്യമൊന്നുമില്ല. പ്ലാനിൽ ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ സെൻട്രൽ സ്കീമിനൊരു സഹായം കൊടുക്കുന്നതിൽ പ്ലാൻ തടസ്സമാണോ? ഇപ്പം സംഭവിച്ചത് എന്താണ്? കിഫ്ബി വന്നപ്പോൾ തന്നെ എന്നെപ്പോലെ പ്ലാനിങ്ങിലൊക്കെ പ്രവർത്തിച്ച ആൾ പറഞ്ഞു, ഈ കിഫ്ബി പ്ലാനിനെ കൊല്ലും എന്ന് പറഞ്ഞു. ഇപ്പം എന്താ സ്ഥിതി? പ്ലാനിനെ കൊന്നു, കിഫ്ബിയും മരിച്ചു. തമാശയ്ക്കൊരിത് പറയല്ലോ, ഞാൻ നിന്നെ കൊല്ലും ഞാനും മരിക്കുമെന്ന്. കുട്ടികളുടെ ഒരു ഭാഷയുണ്ട്, നിന്നെ കൊല്ലും ഞാനും മരിക്കും എന്ന് പറഞ്ഞതുപോലെ ആദ്യം കിഫ്ബി വന്നിട്ട് പ്ലാനിനെ കൊന്നു. അപ്പോൾ പ്ലാൻ ഷാറ്റഡായി. ഇപ്പം പറയാണ് ഞാനും മരിക്കുകയെന്ന്. ആര്? കിഫ്ബി. അപ്പോൾ കിഫ്ബിയിൽ ഇനി ആരെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പം എന്തിനാ അത് ചെയ്തത് എന്ന് ചോദിച്ചാൽ, കിഫ്ബിയെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വളരെ തരം താണ ഒരു സംഭവമായിട്ട് വിലയിരുത്തി. കിഫ്ബിയിൽ ഞാനും ബോണ്ട് എടുക്കില്ല, മനസ്സിലായോ? അപ്പോൾ ഞങ്ങൾ റവന്യൂ ജനറേറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നു. അപ്പോൾ 2-4 ദിവസം മുമ്പ് കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തുമെന്നൊക്കെയാണ് നമ്മുടെ പ്രതിപക്ഷ മുന്നണിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ TP രാമകൃഷ്ണനൊക്കെ പറഞ്ഞു, പുതിയ കാലഘട്ടമാണെന്നൊക്കെ. അപ്പോൾ ടോളെന്ന് കേട്ടപ്പോൾ റോഡിനേ ഉള്ളൂ. ഇനിയിപ്പോൾ ആശുപത്രിക്കുണ്ടോ സ്കൂളിനുണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പോൾ കണ്ടറിയാം. അപ്പോൾ ഇതൊക്കെ ആലോചിക്കാതെ ചെയ്ത കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ കിഫ്ബിയുടെ പദ്ധതികളെടുത്ത് നോക്കിയാൽ സ്കൂൾ ബിൽഡിംഗ് പണിയുക, ജനങ്ങളോട് ചോദിക്കുക നല്ല കാര്യമാണ്. എന്താ സ്കൂൾ ബിൽഡിംഗ് പണിയുന്നതിന് നിങ്ങൾ എതിരാണോ? തോമസ് ഐസക്ക് ചോദിച്ചു. സ്കൂൾ ബിൽഡിംഗ് പണിയുന്നത് ഞങ്ങളെതിരല്ല. ഇപ്പോൾ ഞങ്ങളൊക്കെ പതിറ്റാണ്ടുകളായിട്ട് ഈ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. സ്കൂൾ ബിൽഡിംഗ് പണിയാൻ PTA-ക്ക് കുറേ പൈസ സ്വരൂപിക്കാം. അവിടെ പഠിച്ചു പോയ ഇത്തിരി പൈസക്കാരുണ്ടെങ്കിൽ അവരെ പോയി കണ്ടുപിടിച്ച് കോൺട്രിബ്യൂഷൻസ് മേടിക്കാം.
MLA MP നിന്ന് മേടിക്കാം, പഞ്ചായത്തിനെ കൊണ്ട് കുറച്ച് കൊടുപ്പിക്കാം. ബാക്കി വരുന്ന ഈ വൈബിലിറ്റി ഗ്യാപ്പ് മാത്രമേ ഗവൺമെൻറ് കൊടുക്കണ്ടൂ. അതിന് പകരം ഇതൊക്കെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് രാജിന് വിട്ടുകൊടുത്ത, പഞ്ചായത്തുകൾക്ക് വിട്ടുകൊടുത്ത സ്കൂളുകളുടെ കെട്ടിടങ്ങൾ കിഫ്ബി പണിതു. ഒരു കെട്ടിടമല്ല, ആയിരക്കണക്കിന് കെട്ടിടമാണ്. അപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ ബാധ്യത അവിടെ വന്നു. ഇതിൻ്റെ പലിശ ആര് കൊടുക്കും? റവന്യൂ മോഡലില്ല. ആശുപത്രികൾ വേണ്ടത്ര പണിതില്ല. എന്നാൽ സ്കൂൾ പണിതത്ര ആശുപത്രി പണിതില്ല, റോഡ് പണിതു. ഇപ്പോൾ ഒരു വരുമാനമില്ല. അപ്പോൾ കിഫ്ബിയും മരിച്ചു, പ്ലാനിനെയും കൊന്നു. ഇതാണ് ഈ ഇന്നത്തെ ബജറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ്. എന്തായാലും നിയമസഭയിലടക്കം ഇനിയുള്ള ദിവസങ്ങളിൽ ചൂടേറിയ ചർച്ച തന്നെയായിരിക്കും ബജറ്റിനെ കുറിച്ച് നടക്കാൻ പോകുന്നത്. ക്യാമറാമാൻ പി വിനേജിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.